അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോവുകയാണ് ഗൈസ്. അതായത് ഏകദേശം ഒരു 1.5 വർഷമായിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ പോയിട്ട്. അപ്പോൾ 2 ദിവസത്തെ ട്രിപ്പായിരുന്നു. അപ്പോൾ ഡേ 1 കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരം വെളുക്കുമ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 4 മണി 4:30 കൂടിയിട്ട് തന്നെ പകുതി ദൂരം ഞാൻ ഓടിച്ചു, പകുതി ദൂരം അജു ഓടിച്ചു, എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഈ ട്രിപ്പ് പോകുന്നത് നമ്മുടെ ഊട്ടിയിലേക്കാണ്. കുറേ നാൾ കഴിഞ്ഞ് പോകണോണ്ടാണോ എന്നറിയില്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ട്രിപ്പിന് വേണ്ടിയിട്ട്. പിന്നെ ഇവനെ കൊണ്ടുപോകുന്ന ആദ്യത്തെ ലോങ് ട്രിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ മേട്ടുപ്പാളയൊക്കെ എത്തിയപ്പം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചെറിയൊരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഒരു ചായയും വടയും കഴിക്കുകയാണ് ചെയ്തത്. അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ മെയിൻ ആവശ്യം. അപ്പോൾ അവന് പഴമൊക്കെ കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അവിടെ അടുത്ത് തന്നെയായിരുന്നു മേട്ടുപ്പാളയം ടോയ് ട്രെയിനിൻ്റെ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. അത് വേൾഡ് ഹെറിറ്റേജിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ ചുമ്മാ ശരിയൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ പോയി. പക്ഷെ നമ്മൾ ചമ്മി പോയി ഗൈസ്. അവിടുന്ന് 7:10 ടോയ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെയാണ് അവിടെ കാണാൻ നല്ല അടിപൊളി കേട്ടോ. അതിൻ്റെ എൻജിൻ ഓൺ ആക്കണതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ചുമ്മാ സ്റ്റേഷനിൽ കറങ്ങി നടന്ന് 2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മുടെ നീൽഗിരീസിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഇങ്ങോരില്ലാത്തൊരു സ്ഥലമൊക്കെ നോക്കി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയത്. പക്ഷേ എങ്ങനെയോ മണം പിടിച്ച് പുള്ളി എത്തി. പിന്നെ അവസാനം നമ്മൾ കാറിലിരുന്നിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ പോകണ വഴിക്ക് ഊട്ടിയിൽ പോയിട്ട് എങ്ങനെയോ ഒരു ചൂടുള്ള മാഗിയും കുറച്ച് ക്യാരറ്റൊക്കെ വാങ്ങാണ്ട് പോവാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഹെയർ പിന്നൊക്കെ കയറി കഴിഞ്ഞപ്പം നമ്മളവിടെ വെച്ചിട്ടൊരു മാഗിയും കുറച്ച് ക്യാരറ്റ്സൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കഴിച്ച് നമ്മളവിടുന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആക്ച്വലി ഈ തണുപ്പത്ത് ചൂടുള്ള മാഗി ഇങ്ങനെ കഴിച്ചിരിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ നമ്മളവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. പോണ വഴിക്ക് നമ്മളൊരു ചോക്ലേറ്റ് മ്യൂസിയം കണ്ടപ്പം ചുമ്മാ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ ചോക്കോ ബീൻ തൊട്ട് ഇങ്ങനെ ഓരോ പ്രോസസ്സ് ചെയ്യണതും അതിൻ്റെ ഓരോ മെഷീൻസും എക്യുപ്മെൻസും അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇതുപോലെ ഒരു ചോക്കോ സ്റ്റിക്ക് ട്രൈ ചെയ്തു. 20 രൂപയായിരുന്നു ഇതുപോലത്തെ ഒരു സ്റ്റിക്കിന്. എന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് കോഫി പൗഡർ, അതുപോലെ ചായയില, പിന്നെ 1-2 ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പതുക്കെ അവിടുന്ന് ഇറങ്ങി. പിന്നെ അവിടുന്ന് നമ്മുടെ മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് പൈൻ ഫോറസ്റ്റ് ആയിരുന്നു. സൺഡേ ആയിരുന്നതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു. പാർക്കിങ്ങൊക്കെ കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ പാർക്കിംഗ് കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ നടന്ന് വന്ന് ക്യൂ നിന്ന് പൈൻ ഫോറസ്റ്റിലേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തത്. 40 രൂപ എങ്ങാണ്ടായിരുന്നു കേട്ടോ ഒരു ആൾക്ക് ടിക്കറ്റ് അവിടെ ഉണ്ടായിരുന്നത്. പൈൻ ഫോറസ്റ്റിലെ വിശേഷങ്ങൾ ഞാനൊരു ഷോർട്സിലായിട്ട് ഇടാം. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കണ്ടിറങ്ങി നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ടൊരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മൾ മീൽസാണ് കഴിച്ചത്. പക്ഷേ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ. എനിക്ക് ഒരു കറികളും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ചോയ്സ് തെറ്റായതുകൊണ്ടായിരിക്കാം. നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിരുന്നു. ഊട്ടിയിൽ വന്നിട്ട് പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാതെ നമ്മൾ പോയില്ലല്ലോ. പക്ഷേ സീസൺ അല്ലായിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് പൂക്കളും വിശേഷങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഒരുപാട് കറങ്ങി നടന്ന് കാണാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ അതിനകത്ത്. നമ്മൾ കുറച്ചൊക്കെ കറങ്ങി നടന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മടുത്ത് കുറച്ച് നേരം ഗാർഡനിലൊക്കെ ഒന്ന് ഓടിക്കളിച്ച് പിന്നെ അപ്പോഴേക്കും നല്ല തണവായി തുടങ്ങി. അപ്പോൾ നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പറ്റിയ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ രാത്രി വീട്ടിലെത്തി രാത്രിയിൽ ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഡേ 2 കാണാം. അപ്പോൾ ഓക്കെ, ബൈ.